പാചകം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു മത്തിക്കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 4 സ്പൂൺ നല്ല മുളക് പൊടി, അതുപോലെ തന്നെ 3 സ്പൂൺ മല്ലിപ്പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാണ് ആകെ നമ്മൾ ചേർക്കുന്ന പൊടി. ഇതെല്ലാം നമ്മളിവിടെ പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയാണ്. അതിനകത്തേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് കട്ട കെട്ടാതെ ഒന്ന് കലക്കി നല്ല പോലെ ആക്കിയെടുക്കുക. എന്നിട്ടതിലേക്ക് തോട്ടുപുളി, ഒരു 4 കഷ്ണം പിച്ചി കീറിയിട്ട തോട്ടുപുളി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കലക്കി കട്ട കെട്ടാത്ത രീതിയിലെടുക്കണം. അതിലേക്ക് ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ച് ചേർക്കണം. വളരെ കൂടുതൽ വേണ്ട, കുറച്ച് ചേർക്കുക. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൂടിയാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും. അതുകൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ എരിവ് കൂടുതൽ വേണമെന്നവരാണെങ്കിൽ 2 പറഞ്ഞത് ഒരു 4 ചേർത്താലും കുഴപ്പമില്ല. എരിവ് അനുസരിച്ച് വേണം ചേർക്കാൻ. നമ്മൾ ചേർത്ത മുളക് പൊടി അത്ര വലിയ എരിവുള്ളതല്ല, മിനിമം എരിവേ ഉള്ളൂ. കാരണം എരിവ് കൂടണ്ടെന്ന് കരുതിയാൽ പച്ചമുളക് ഇടുന്നതിൻ്റെ എരിവ് മതി. അതിലേക്ക് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു, ഇഞ്ചി ഇട്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പം വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്, ഒരു 10-15 എണ്ണം കാണും ഇത്. എന്നിട്ട് കറി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളച്ച് ചാറ് കുറുകി വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കണം. അപ്പോൾ കാരണം ഇന്നലെ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ വെന്ത് കഴിഞ്ഞിട്ടല്ലേ നോക്കാൻ പറ്റും. അപ്പോൾ നോക്കി ഉപ്പും പുളിയും കുറവാണെങ്കിൽ പുളി വെന്തിറങ്ങിക്കോളും. ഉപ്പ് വേണേൽ ഇച്ചിരി കൂടെയൊക്കെ ചേർക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് മീൻ പറക്കിയിടുക. അതേ ചാറ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു 10-15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. പെട്ടെന്ന് കറി തരും. കാരണം ഒരുപാട് ജോലിയൊന്നും ഇല്ല ഇതിന്. മീൻ വെട്ടിയെടുക്കുന്ന എപ്പോഴും ജോലിയാണല്ലോ, അതേ ഉള്ളൂ. അല്ലാതെ കറി വയ്ക്കാൻ അറിഞ്ഞുകൂടാന്നും പറഞ്ഞ് മാറി നിൽക്കണ്ട. എടുക്കുന്ന അളവിന് അനുസരിച്ചിരിക്കും കറിയുടെ മേന്മ. കാരണം ഇവിടെ പൊടികൾ കൂടിയും കുറഞ്ഞും വന്നാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.